ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നമായിട്ട് ആക്കണം, അല്ലെങ്കിൽ ഇതിന് സമൂഹത്തിന് പുറത്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ റിയാക്ട് ചെയ്താലേ പറ്റുള്ളൂ. ഒരു പരിചയവും ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ തട്ടും മുട്ടയും ചെയ്തിട്ട് പോകുമ്പോൾ പോലും അത് ഇഷ്ടപ്പെടുന്നത് എന്ത് തരം മെൻറ്റാലിറ്റി ഉണ്ട്. കുറേ കാലം വന്ന് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു അബ്യൂസിനെ പറ്റി അല്ലെങ്കിൽ ഒരു പരാതി കൊടുക്കുകയാണെങ്കിൽ പരാതി കൊടുത്താൽ തന്നെ അവർ ക്രിറ്റിസിസം ചെയ്യാൻ പറ്റുന്ന മാക്സിമം അവർ ക്രിറ്റിസിസം ചെയ്യും. പ്രതികരിക്കാൻ പറ്റുന്ന സിറ്റുവേഷനിൽ പ്രതികരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ സ്വയം വളർന്നു കാണിക്കുക. ഒരാളെ നശിപ്പിക്കണം അല്ലെങ്കിൽ ഒരാളെ ട്രോമാറ്റിക് ആക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളുടെ മൈൻഡ് സെറ്റ് എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. അയാൾക്ക് അയാൾ ചെയ്യുന്ന തെറ്റാണെന്ന് അയാൾക്ക് യാതൊരുവിധ ബോധ്യം ഉണ്ടാവില്ല. ഒരു പരിചയവും ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ തട്ടും മുട്ടയും ചെയ്തിട്ട് പോകുമ്പോൾ പോലും അത് ഇഷ്ടപ്പെടുന്നത് എന്ത് തരം മെൻറ്റാലിറ്റി ഉണ്ട്. അത് അവർക്ക് അവരുടെ ആ പ്ലഷറിനെ മാത്രമല്ലേ. അത് ഈ മൃഗങ്ങളും അവരും തമ്മിൽ വ്യത്യാസം ഇല്ലല്ലോ. അല്ലെങ്കിൽ അവർക്കിപ്പം ഇമോഷൻസ് എപ്പോഴാണ്, മനുഷ്യരിന് ദൈവം വികാരങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പം ആരുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ചെയ്യുന്ന ആൾക്കാരില്ലേ, ചിലപ്പോൾ ഇന്ന് ഒരു പാർട്ടി വെച്ച് കണ്ട ആളായിരിക്കാം ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ പോകുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഡീപ്പായിട്ട് ഒരാൾ അറിഞ്ഞ് അയാൾ എൻ്റേതാണെങ്കിൽ മാത്രമേ റിലേഷൻഷിപ്പിൽ പോകുന്നുള്ള ആൾക്കാരുണ്ട്. ഇത് ഡിപ്പെൻസ് അപ്പോൺ ഓരോരുത്തരുടെ വാല്യൂസ്, പേഴ്സണൽ വാല്യൂസ്, അതൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അയാൾക്ക് അതിൽ തെറ്റുണ്ടോ ഇല്ലയോ എന്നൊക്കെ അത് അയാളുടെ ചോയ്സാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല അതിൻ്റെ അകത്തൊന്നും. അപ്പം ഞാൻ പറയണമെന്ന് വെച്ചാൽ അതെന്ത് തരം ക്യാരക്ടറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ പേഴ്സണൽ വാല്യൂസ് ആയിരിക്കും. അതിൽ പ്രശ്നമൊന്നും തോന്നാത്തതുകൊണ്ടായിരിക്കുമല്ലോ അവരത് ചെയ്യുന്നത്. പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യില്ലല്ലോ. നമ്മൾ കംഫർട്ട് അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ലല്ലോ. ഇപ്പോൾ ഒരു അപരിചിതരായിട്ടുള്ള ഒരാൾ നമ്മളെ തട്ടുന്നത് നമുക്ക് അൺകംഫർട്ടബിൾ ആണ്, നമ്മൾ ഒരിക്കലും അവിടെ ഇരുന്ന് കൊടുക്കില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പുരോഗമനം ഉണ്ടാവും എന്ന് പറഞ്ഞാലും നമ്മൾ ആ വേദിയിൽ നിന്ന് ഇറങ്ങി പോരുമായിരിക്കും. അല്ലെങ്കിൽ നമുക്കത് നോ എന്ന് പറയാനായിട്ട് നമുക്ക് ശക്തമായിട്ട് പറ്റും. അതൊന്നും എനിക്ക് പ്രശ്നമല്ല, അതൊക്കെ എല്ലാവരും ഇങ്ങനെയാണ് ജനറലൈസ് ചെയ്തിട്ട് അത് പ്രശ്നമല്ല, അങ്ങനെ ഒരു മോറൽ വാല്യൂസിലൊന്നും ഞാൻ അധികം വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ലെറ്റ്സ് എൻജോയ് യുവർ ലൈഫ് എന്ന് പറയും. ശരിക്കും ഈ രണ്ട് തരത്തിലുള്ള ആൾക്കാരില്ലേ. ഒന്നാമത്തേത് ഡോക്ടർ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ ചിന്തിക്കുന്ന ആൾക്കാർ, എൻജോയ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ആദ്യത്തെ നേരത്തെ പറഞ്ഞ പോലെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് വിടാം. അല്ലാതെ ഇങ്ങനെ തട്ടിയാലോ മുട്ടിയാലോ ഒക്കെ എന്താ ആണുങ്ങളാകുമ്പോൾ തട്ടി മുട്ടി എന്നൊക്കെ ഇരിക്കും, ഇതൊക്കെ സ്വാഭാവികമാണ്, അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാറ്റഗറി ഉണ്ട്. പിന്നെ പ്രതികരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും ട്രോമറ്റൈസ്ഡ് ആയി പോയി എന്ന് വെച്ചാൽ അതെങ്ങനെ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ 3 വർഷം കഴിഞ്ഞ് പുറത്ത് പറയുന്ന സമയത്ത് ഇതേ വാചകങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നീ അന്ന് അത് എൻജോയ് ചെയ്തതല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ വന്നിത് പറയുന്നത് എന്നുള്ളൊരു തോട്ട്. അതെനിക്ക് തോന്നുന്നു ഒരു വിഭാഗം ഇങ്ങനെ ചിന്തിച്ച് വെക്കുന്നത് കൊണ്ടായിരിക്കും. എന്ന് വെച്ചാൽ മുട്ടിയാലും തട്ടിയാലും പ്രശ്നമൊന്നും ഇല്ല, സമൂഹത്തിൽ ഇങ്ങനെയൊക്കെയാണ്, പുരുഷന്മാരാകുമ്പോൾ അങ്ങനെയൊക്കെയാണ് എന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ്സ്. അതുകൊണ്ടായിരിക്കാം ഇപ്പുറത്തുള്ള ആ ഒരു വിഭാഗം ആൾക്കാർ, എന്ന് വെച്ചാൽ ആ സ്പോട്ടിൽ റിയാക്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ കുറേ കാലം വന്ന് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു അബ്യൂസിനെ പറ്റി അല്ലെങ്കിൽ ഒരു പരാതി കൊടുക്കുകയാണെങ്കിൽ പരാതി കൊടുത്താൽ തന്നെ അവർ ക്രിറ്റിസിസം ചെയ്യാൻ പറ്റുന്ന മാക്സിമം അവർ ക്രിറ്റിസിസം ചെയ്യും. ആ ഒരു തലത്തിലേക്ക് അവരെ കൊണ്ടിട്ട് കളയും. അല്ല, ഇതിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അബ്യൂസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 1 or 2 വട്ടം ചെയ്യാം. നമ്മൾ ഫ്രീസായി പോയി കഴിഞ്ഞാൽ പോലും ഞാൻ പറയണ വെച്ചാൽ പിന്നെയും അയാളിനെ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് അനുവദിക്കുന്നത് ഒരു വർഷം 2 വർഷം 3 വർഷം എന്ന് പറയുന്നത് അത് നമ്മൾ രക്ഷപ്പെടേണ്ടെന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചിട്ടാണ്. അല്ലാത്ത പക്ഷം നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളുണ്ട്. ഇപ്പം തന്നെ ഞാൻ പറയണ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നമായിട്ട് ആക്കണം, അല്ലെങ്കിൽ ഇതിന് സമൂഹത്തിന് പുറത്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ റിയാക്ട് ചെയ്താലേ പറ്റുള്ളൂ. അതല്ല ഇപ്പോൾ 2 3 4 മാസം കഴിഞ്ഞ് പറയുമ്പോൾ നമുക്ക് അതിനുള്ള പ്രൂഫുകൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ പറയണമെന്ന് വെച്ചാൽ റിയാക്ട് ചെയ്യുന്ന കുട്ടി ഒന്നെങ്കിൽ ഫ്രീസായി പോവുക, അല്ലെങ്കിൽ ആരോട് പറയേണ്ട പേടിച്ചു പോകുന്ന ആൾക്കാരുണ്ടാവും. ഒന്നെങ്കിൽ അവരെ തന്നെ എംപവർ ചെയ്തെടുക്കുക ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അതല്ലാതെ ഇപ്പം എന്തുകൊണ്ടായിരിക്കും ഒരു 4 വർഷം കഴിയുമ്പോൾ ഇത് പുറത്തേക്ക് 10 പേരോട് പറഞ്ഞേക്കാന്ന് അവർ ചിന്തിക്കുന്നത്? അതെന്ത് മാനസികാവസ്ഥയാന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ആ സമയത്തായിരിക്കും അവർക്ക് അങ്ങനെ ഒരു എൻവയോൺമെൻറ്റോ സൊസൈറ്റിയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ മിക്ക ചൈൽഡ് അബ്യൂസസ് ഒക്കെ നേരിടുന്ന കുട്ടികളെ സംബന്ധിച്ച് ചിലപ്പോൾ അവരുടെ ഫാമിലി എന്ന് പറയുന്നത് അങ്ങനെ ഒരു അബ്യൂസ് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ആ കുട്ടിയുടെ ഭാവി ഫ്യൂച്ചർ അത് പോവാം. കാരണം നമുക്കിപ്പോഴും ഈ വെർജിനിറ്റി അല്ലെങ്കിൽ ആ പതിവ്രതത അതിനൊക്കെ ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരു പാട്രിയാർക്കി നമുക്ക് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലിയിൽ പെട്ട കുട്ടിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉള്ളൊരു കുട്ടിയാണെങ്കിൽ പലപ്പോഴും ഈ അബ്യൂസസ് എന്ന് പറയുന്നത് ഉള്ളിൽ കൊണ്ട് നടക്കേണ്ട സാഹചര്യം വരും. ചില കുട്ടികളൊക്കെ അമ്മമാരോട് അച്ഛന്മാരോട് സംസാരിക്കാൻ പോകുമ്പോൾ തന്നെ അവര് നിന്റെ പ്രശ്നമാണ്
അല്ലെങ്കിൽ ഇത്രയോ പെൺകുട്ടി എന്റെ ഫ്രണ്ട്സ് ഒക്കെ പോകുന്നുണ്ട്, പക്ഷെ അവർക്കാർക്കും ഇങ്ങനെ മുട്ടോ തട്ടോ ഒന്നും ചെയ്തില്ലല്ലോ, അപ്പൊ നിനക്ക് മാത്രം വരുന്നുണ്ടെങ്കിൽ അത് നിന്റെ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ അത് നോർമലൈസ്ഡ് ആക്കി അല്ലെങ്കിൽ അവളെ പറയാൻ സമ്മതിക്കാതെ വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അതിൽ നിന്ന് ചിലപ്പോൾ ആ കുട്ടി ഉന്നത പഠനങ്ങൾക്ക് പോകുന്നു, കോളേജിൽ പോകുന്നു, ഒരു സിറ്റിയിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന എൻവയോൺമെന്റ് വ്യത്യസ്തമായിരിക്കും. അവിടെ ആ കുട്ടി കാണുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എന്ന് വെച്ചാൽ ഓപ്പൺ ആയിട്ട് ഈ പറയുന്ന രീതിയിൽ നോ പറയാൻ അറിയാവുന്ന, അല്ലെങ്കിൽ പ്രതികരിക്കാൻ അറിയാവുന്ന, എന്തിനോടും സംസാരിക്കാൻ അറിയാവുന്ന ഒരു ഗ്രൂപ്പിലേക്ക് വന്നു വിടുന്നു. അപ്പോൾ എൻറ്റയർലി അവർ മാറാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ വീണ്ടും അവർക്ക് അവരുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളാണെങ്കിലും ഇപ്പോഴാണ് എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നിയത്. അപ്പോൾ അവർക്ക് ആ ഒരു സ്പേസ് കിട്ടുമ്പോഴല്ലേ അവർക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ. പ്രതികരിക്കണം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ പ്രതികരിച്ചുകൊണ്ട് ആ കുട്ടി ആ പ്രതികരണം കൊണ്ട് എന്ത് റിസൾട്ട് വരണം എന്നായിരിക്കും ഉദ്ദേശിക്കുക? റിസൾട്ടിന്റെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയുള്ള പ്രതികരണങ്ങൾ കൊണ്ട് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ തന്നെയായിരിക്കും. കാരണം എന്നെ അന്ന് വേദനിപ്പിച്ച ആൾക്ക് ഞാൻ റിപ്ലൈ കൊടുത്തു, ഒരു ട്രോമ റിലീസ് ആയിരിക്കും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. കാരണം ഇപ്പോൾ ഒരു റേപ്പ് തന്നെ എടുത്തോ, അല്ലെങ്കിൽ ഇങ്ങനെ അബ്യൂസസ് ആണെങ്കിലും തെളിവുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പോട്ടിൽ തന്നെ പറഞ്ഞാൽ പോലും തെളിവുകളൊക്കെ ശേഖരിക്കാനും ഒന്നും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ പറയുകയാണെങ്കിൽ ആ സ്ഥലവേ ചിലപ്പോൾ ഉണ്ടാവത്തില്ലായിരിക്കും, ചിലപ്പോൾ ആ മനുഷ്യൻ മരിച്ചു പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ ചിലപ്പോൾ എൻറ്റയർലി ഫാമിലി പുറത്തു പോയിട്ടുണ്ടാവാം, അങ്ങനെ ഒരാള് നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും അവർക്കത് ഓപ്പണപ്പായി തുറന്ന് പറഞ്ഞ് അവരെ തന്നെ ബോധിപ്പിക്കുന്നതാവില്ലേ ചിലപ്പോൾ. ആ ഒരു ട്രോമ റിലീസിങ്ങിലൂടെ ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞു, എൻ്റെ അല്ലെങ്കിൽ അവർ വീണ്ടും അതേ സാധനം മനസ്സിലിട്ടിട്ട് വർഷങ്ങളോളം വീണ്ടും അതേ പെയിന് കൊണ്ട് പോവില്ലേ. ശരിക്കും പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? നമ്മുടെ ഗ്രോത്തിലൂടെ വേണം നമ്മൾ പ്രതികരിച്ച് കാണിക്കാനായിട്ട് ശരിക്കും. കാരണം ഇപ്പം നമ്മളൊരു വേസ്റ്റ് കൊട്ടയിൽ പോയി കൈയിട്ടു എന്ന് വിചാരിക്കാം. നമ്മൾ വേസ്റ്റിൻ്റെ അകത്ത് എപ്പോഴും കൈയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കൈ തിരിച്ചെടുക്കുമ്പോൾ വേസ്റ്റിൻ്റെ മണം ഉണ്ടാവും നമ്മുടെ കയ്യിൽ. വീണ്ടും നമ്മൾ വർഷങ്ങൾക്കധികം നമ്മൾ അവിടെ നല്ല കൊട്ടയാണെന്ന് വിചാരിച്ചാൽ പോയി കൈയിട്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുകയാണ്. വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ട് നമ്മൾ അതേ വേസ്റ്റ് പോയിട്ട് കേട്ടു, ഇന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം, കണ്ടോ ഇത് വേസ്റ്റ് ആണ് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ തലങ്ങൾ മാറിക്കാണും, നമ്മൾ പല ലെവലിലൊക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും ആ ട്രോമേനെ രണ്ട് സൈഡിലാട്ടോ സംഭവിക്കുന്നത്. വീണ്ടും ആ ട്രോമേനെ വീണ്ടും നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ഒരുപക്ഷെ നമ്മൾ ഒരുപാട് വർഷത്തെ ഹീലിങ്ങിലായിരിക്കും നമ്മൾ ആ പവറിലേക്ക് എത്തിയത്. അപ്പോൾ വീണ്ടും നമ്മൾ അത് ഇതായിരുന്നു എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ വീണ്ടും നമ്മൾ ആ വേസ്റ്റ് കൈയിട്ട് എന്തായാലും കുറച്ച് മണം നമ്മുടെ കയ്യിൽ വരില്ലേ എന്ന് പറയുന്നത് പോലെ ലോകം നമ്മളെ നല്ലതും ചീത്തയും പറയുന്ന രണ്ട് ഗ്രൂപ്പായിട്ടുള്ള ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടാവും. അപ്പോൾ വീണ്ടും ആ കുട്ടിക്ക് ഒരു സൈഡിൽ ചെറിയ പെയിനിലൂടെ തന്നെ അത് കടന്നു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ബെറ്റർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്ന സിറ്റുവേഷനിൽ പ്രതികരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ സ്വയം വളർന്നു കാണിക്കുക. അതായത് ആ ട്രോമ തന്നിട്ടുള്ള ആളുകൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവളുടെ ലൈഫ് ഇന്നതായി തീരും, അല്ലെങ്കിൽ ഇവള് ഇനിയിപ്പം വേറൊരു ലൈഫ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ലോങ് ഇത് ഈ പെയിനും പേറി നടക്കും. ഇന്നുള്ള ആളുകൾ നല്ല നല്ല മിടുക്കോടുകൂടി ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അവരവരുടെ ഉന്നമനത്തിനായിട്ട് ഒരു പടിയും കൂടെ കൂടുതൽ ദിവസേന എടുക്കാൻ തുടങ്ങുക. അതാണ് ശരിക്കും, അന്നേരമാണ് അവർ ശരിക്കും വിന്നറാവുന്നത്. അതുപോലെ തന്നെ ഇനി ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുന്നവരെ ആരെങ്കിലും ലൈഫിൽ കാണുവാണെങ്കിൽ അവരെ എംപവർ ചെയ്യാൻ ഇവർക്ക് പറ്റും. അല്ലാതെ വീണ്ടും നമ്മൾ അവരിലേക്ക് പോയിട്ട് ടച്ച് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മൾ ഗ്രോത്തിലെത്തിയ ഫേസിൽ വീണ്ടും നമ്മൾ ആ പെയിനിലോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില പെയിനുകളെന്ന് പറയുന്നത് കൂടുതലും നമ്മൾ ഹീൽഡ് ആയി കഴിഞ്ഞാൽ വീണ്ടും അതിൽ പോയി ടച്ച് ചെയ്യാതിരിക്കുക നല്ലത്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഇയാളെ തുറന്ന് കാണിച്ചാൽ പോലും, ഇപ്പോൾ ഒരു വ്യക്തിയെ തുറന്ന് കാണിച്ചു എന്ന് വിചാരിച്ചു, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, തുറന്ന് കാണിച്ചാൽ പോലും ഇവർക്ക് ഇരകളാവേണ്ടവർ വീണ്ടും ഇരകളായിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ തുറന്ന് കാണിച്ചു എന്ന് വിചാരിച്ചോ, അപ്പോൾ അവരുടെ ആ നേച്ചറിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും, ചിലർ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും, അല്ലെ ചിലപ്പോൾ അത് വീണ്ടും ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് തന്നെ പോകും ഇല്ലേ. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് എനിക്ക് തോന്നുന്നത് അയാളുടെ സ്വഭാവത്തിൽ നിന്ന് മാനസാന്തരം വന്ന് നല്ല മനുഷ്യനായി അയാൾ ആരും ഉപദ്രവിക്കാത്ത അവസ്ഥയിലേക്കൊക്കെ ഷിഫ്റ്റായി അങ്ങനെ നന്നായി വന്നിട്ടുള്ള ആരുടെയും പേരുകൾ ഓർമ്മയുണ്ടോ? നമ്മളുടെ ഇങ്ങനെ വന്നിട്ട് ഒരു കുറ്റകൃത്യം ചെയ്ത് അയാള് തുറന്നു കാണിച്ചിട്ട് ഒന്നെങ്കിൽ അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കണം, മാനസാന്തരം വന്ന ആൾക്കാരല്ലോ ആയിരിക്കും, മാനസാന്തരം വന്നെങ്കിൽ വല്ലോ അല്ലെ വേറെ ലെവലിലൊക്കെ വന്ന് ഈ പണ്ട് ഈ
കവലച്ചട്ടമ്മിമാര് അതേപോലെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ദൈവവിളി വന്ന് അവര് എൻറ്റയർലി ചേഞ്ച് ആവുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവാം. ഈ അല്ലെ ഗിൽറ്റ് ഫീലിംഗ് വന്നിട്ട് അവരായിട്ട് തന്നെ വന്ന് ക്ഷമ പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആൾക്കാരിലൊക്കെയാണ് ആ മാറ്റങ്ങൾ വരുള്ളൂ. മറ്റത് വീണ്ടും പോയി നമ്മൾ ശരിക്കും ഇതേ ഒരാള് നശിപ്പിക്കണം അല്ലെങ്കിൽ ഒരാൾ ട്രോമാറ്റിക് ആക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളുടെ മൈൻഡ് സെറ്റ് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അയാൾക്ക് അയാൾ ചെയ്യുന്ന തെറ്റാന്ന് അയാൾക്ക് യാതൊരുവിധ ബോധ്യം ഉണ്ടാവില്ല. ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്തു, നിനക്ക് പറ്റൂല്ലെങ്കിൽ നീ പ്രതികരിക്കണമായിരുന്നു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരിക്കും അല്ലേ? ആ ആറ്റിറ്റ്യൂഡിലുള്ള ഒരാളെ വീണ്ടും വീണ്ടും നമ്മൾ തുറന്നു കാണിച്ചുകൊണ്ട് അയാൾക്കൊരു ഭയം വരാൻ ചിലപ്പോൾ കുറച്ച് നാളത്തേക്കൊന്നും ഒതുങ്ങുമായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ കംപ്ലീറ്റ്ലി മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ?